പതിവ് പോലെ നാടകങ്ങൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ദില്ലിയിൽ BJP അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം അവർക്ക് ഉയർത്തിക്കാട്ടുവാൻ ഇതുവരെ ഒരു മുഖമില്ല. മുൻപ് സുഷമ സ്വരാജിനെയും മദൻലാൽ ഖുരാനെയും ഡോക്ടർ ഹർഷവർദ്ധനെയും ഒക്കെ ഉയർത്തിക്കാട്ടി മുൻപോട്ട് പോയിരുന്നുവെങ്കിലും പാർട്ടിക്കുള്ളിലെ വടംവലികളും ഗ്രൂപ്പ് വഴക്കുകളും കാരണം പാർട്ടിക്കോ ഭരണത്തിനോ അധികം മുൻപോട്ട് പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇത്തവണ ഭരണം പിടിക്കാൻ എല്ലാ സാധ്യതകളും BJPക്ക് അനുകൂലമാണ്. കാരണം 15 വർഷമായി തുടർന്നു വരുന്ന കേജ്രിവാളിൻ്റെ ഭരണത്തിൽ ജനം മടുത്തിരിക്കുന്നു. അഴിമതി രഹിതനെന്ന ആ മുഖവുമായി എത്തിയ കേജ്രിവാൾ ഇന്ന് അഴിമതി കുടുക്കിൽ ജയിലിൽ വരെ ആകുന്ന സാഹചര്യം എത്തിയിരിക്കുന്നു. ഇതുകൊണ്ട് എല്ലാ സാഹചര്യത്തിലും BJPക്ക് വിജയം വെള്ളിത്തളികയിൽ വെച്ചുകൊടുക്കാൻ ദില്ലി നിവാസികൾ കാത്തിരിക്കുമ്പോൾ പതിവ് നാടകം ആരംഭിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥികളെ ചൊല്ലി, സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി അവിടെ കലാപം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ദില്ലിയിൽ നിന്ന് വരുന്ന വാർത്ത. ഏതായാലും BJPക്കാർക്ക് ആശ്വസിക്കാം. കാരണം BJPയിൽ മാത്രമല്ല പ്രശ്നമുള്ളത്, ആം ആദ്മി പാർട്ടിയിലും കോൺഗ്രസിലുമൊക്കെ ഇത് ഒരു പതിവ് കാഴ്ചയാണ്. അവിടെയും പ്രശ്നങ്ങളുണ്ട്. എന്നായിരുന്നാലും BJP ഉടൻ തന്നെ സങ്കല്പ പത്ര, അതായത് അവരുടെ ഈ പ്രകടന പത്രിക പുറത്തിറക്കാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഉടൻ അവർ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും. സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഉടൻ പ്രഖ്യാപിക്കുമെന്നൊക്കെ BJP പറയുമ്പോഴും സ്ഥാനാർത്ഥികളാകാൻ ഓരോ മണ്ഡലത്തിലും ഒന്നിലധികം പേർ ഉണ്ട്. മുഖ്യമന്ത്രി പദത്തിലും നോട്ടമിട്ട് പലരും പല കാലമായി പ്രവർത്തിച്ചു വരുന്നു. ഇതെല്ലാം മുമ്പ് നമുക്കറിയാം, ദില്ലിയിലെ ഈ BJPയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ദില്ലി പാർട്ടി ഓഫീസിന് മുൻപിൽ പരസ്യമായി ചേരിതിരിഞ്ഞ് തമ്മിത്തല്ലിയ കാഴ്ചകളും വാർത്തകളും നമ്മൾ കണ്ടതാണ്. ഇതിന് സമാനമായി ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിന് മുൻപിലും കോൺഗ്രസിൻ്റെ ഓഫീസിന് മുൻപിലും ഒക്കെ നാം കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തവണ BJP ഒറ്റക്കെട്ടായി മുൻപോട്ട് നീങ്ങിയാൽ വിജയം സുനിശ്ചിതമായ ഒരു സംസ്ഥാനമാണ് ദില്ലി. പക്ഷേ ഇപ്പോഴേ അവിടെ പോര് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകത, RSS അവിടുത്തെ പ്രചരണത്തിൻ്റെ ചുക്കാൻ ഏറ്റെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. RSSൻ്റെ നിയന്ത്രണത്തിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. കാരണം ഹരിയാനയും മഹാരാഷ്ട്രയും ഒക്കെ RSSന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ലായിരുന്നു. അതേ മാതൃക പിന്തുടർന്ന് ദില്ലിയിലും BJPക്ക് ഭരണം പിടിച്ചു കൊടുക്കുക എന്നത് RSS ഏറ്റെടുത്ത ഒരു ദൗത്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.